ടൂർ വീഡിയോ ആണ് കേട്ടോ. കുറേ നാളായിട്ട് ഹോം ടൂർ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു. പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല. ഇന്ന് നൈറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ക്ഷമിക്കുക. ഞാൻ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് എടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലിട്ട് കിടക്കാം. ഇപ്പോൾ ഇതാണ് ഫ്രണ്ട് ഡോറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഏട്ടൻ്റെയും എൻ്റെ പേരിങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഗണപതിയുണ്ട്. അങ്ങനെ ഒരു നെയിം ബോർഡൊക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ ചെയ്തതാണ്. അത് എനിക്ക് ഈ ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ് മോഡൽ ചെയ്തത്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഒരു തൂക്കുകളൊക്കെ ഞാൻ ആമസോണിൽ നിന്നാട്ടോ മേടിച്ചത്. അപ്പോൾ ഇതും ആമസോണിൽ നിന്നാണ്, വിളക്കും ആമസോണിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് എന്നൊരു വിളക്ക് വെച്ചിട്ടുണ്ട്. ഇവരെ കത്തിച്ചിട്ടൊന്നുമില്ല, വിളക്ക് തെളിച്ചിട്ടൊന്നുമില്ല. ഇത് അതിനൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. താഴെയായിട്ടാണ് ഷൂ റാക്ക്. പിന്നെ ഇതിൻ്റെ വലത്തെ സൈഡിലായിട്ട് ദൃഷ്ടി ഗണപതി വെച്ചിട്ടുണ്ട്. ദൃഷ്ടി ഗണപതി നമ്മൾ എന്തെങ്കിലും ദോഷമൊക്കെ ഉണ്ടെങ്കിൽ മാറുമെന്ന് പറഞ്ഞ് സന്തോഷമൊക്കെ അങ്ങനെയാണ് ദൃഷ്ടി ഗണപതി വെച്ചത്. പിന്നെ താഴെയായിട്ടൊരു ചെടിയുണ്ട് കേട്ടോ, അത് കുറച്ച് വാടിപ്പോയി. അതുകൊണ്ട് ഇത് നല്ലതായിട്ട് വളർന്നതായിരുന്നു കേട്ടോ, പെട്ടെന്ന് വാടിപ്പോയി. ഇത്ര ഒരു ഫ്രണ്ടിൽ. അപ്പം ഇനി അകത്തോട്ട് കയറിപ്പോ. ഇതാണ് എൻ്റെ കുഞ്ഞ് സ്വർഗം. ഇതാണ് ഹോളും ഡൈനിങ്ങും ഒക്കെ കൂടെ ഉള്ള ഈ സ്ഥലമാണ്. പിന്നെ ഇവിടെ ആയിട്ടാണ് വലത്തെ സൈഡിലായിട്ട് പൂജാ റൂം വെച്ചിട്ടുണ്ട്. പൂജാ റൂമിൻ്റെ വീഡിയോ ഞാൻ മുൻപേ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ പൂജാ റൂമിൻ്റെ തുറന്ന് കാണിക്കാത്തത്. പൂജാ റൂമിൻ്റെ വീഡിയോസ് ഞാൻ കാണാത്തവർ ചാനലിലുണ്ട്, ലോങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. വീഡിയോസ് അങ്ങനെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതേപോലെ ഗ്രാസ് വെച്ച് ഇൻറ്റീരിയേഴ്സ് പറഞ്ഞങ്ങനെ ചെയ്യിച്ചൊരു ഇതാണ്. നടുക്കൊരു ബുദ്ധൻ്റെ ഒരു പെയിൻറ്റിങ്ങും വെച്ചിട്ടുണ്ട്. ഭയങ്കര എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഞാൻ ചില വീഡിയോസൊക്കെ ആദ്യത്തെ വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ മുമ്പിൽ വെച്ചാണ് കേട്ടോ എടുത്തിരുന്നത്. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു പ്ലേസിൽ വന്ന് നിൽക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് സോഫ സെറ്റ് ചെയ്തിരിക്കുന്നത്. എൽ ഷേപ്പ് സോഫയാണ്. പക്ഷെ മോക്ക് കൂടുതൽ ഓടിക്കളിക്കാനൊക്കെ സ്പേസ് വേണമെന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗം എടുത്ത് റൂമിലാട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് വാൾപേപ്പറാട്ടോ ചെയ്തത്. നമ്മൾ ആദ്യം ഇവിടെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തൊന്നും വാൾപേപ്പറും ആ ഗ്രാസിൻ്റെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെയാണ് വാൾപേപ്പറിൻ്റെ അതൊക്കെ ചെയ്തത്. പിന്നെ ഇത് ഇളയ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോഷൂട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഇങ്ങനെ വലിയൊരു ഫ്രെയിമിലാക്കി നോക്കി നമ്മളൊരു ഫാമിലി ഫോട്ടോ. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ക്ലോക്ക്, ഇതും ആമസോണിൽ നിന്ന് കേട്ടോ മേടിച്ചത്. ഇങ്ങനെ ഓരോരോ ഫോട്ടോസ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യിച്ചതാണ്. പക്ഷെ അതിപ്പോൾ ബാറ്ററി ഇല്ലാതെ ഓടുന്നില്ല, ബാറ്ററി മാറ്റണം. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഡൈനിങ് ടേബിളും വെച്ചിട്ടുണ്ട്. ഡൈനിങ് ടേബിള് ഇത് 4 സീറ്ററാണ് ഈ ഡൈനിങ് ടേബിള്. പിന്നെ സോഫയുടെ ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ TV വന്നിരിക്കുന്നത്. TV യൂണിറ്റ് ഇവിടെയാണ് വന്നിരിക്കുന്നത്. ഇത് 42 ഇഞ്ചിൻ്റെ TV-യാണ്. അതിൻ്റെ മുകളിലായിട്ട് ചെറിയ പാവയും ഒക്കെ മോളുടെ 2 ടോയ്സും ഒക്കെ ഉണ്ട്. TV യൂണിറ്റിൻ്റെ അടുത്തായിട്ടായിരുന്നു ഫസ്റ്റ് ബെഡ്റൂം. ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ്. ഞാൻ പറഞ്ഞില്ലേ സോഫയുടെ ഒരു പോർഷൻ ഇവിടെയാണ് കിടക്കുന്നതിന്, അത് ആ സൈഡിലായിട്ടാണ് കിടക്കുന്നത്. പിന്നെ മോൾ ഇച്ചിരി കൂടെ വലുതാകുമ്പോൾ അത് പുറത്തോട്ടെടുത്ത് മാറ്റാം. പിന്നെ ഇവിടെ അലമാര വന്നിട്ടുണ്ട്. ഇതും ഇൻറ്റീരിയർ ചെയ്ത അലമാരയാണ്. പിന്നെ ഇത് കട്ടിലും. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ഫോട്ടോസാണ് അവിടെ വെച്ചേക്കുന്നത്. കോലവും ഈ കോലവും ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ മുകളിലെ AC. പിന്നെ ഇവിടെ AC യുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ, നല്ല കാറ്റ് വരും കേട്ടോ.
നൈറ്റ് ആയതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. നല്ല കാറ്റാണ്, തുറന്നു നോക്കുമ്പോൾ നല്ല നല്ല കാറ്റും ഉണ്ടാകും ഇവിടുന്ന്. നൈറ്റ് ആയതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. നല്ല ഭംഗിയാണ്. ഒരു രാവിലത്തെ ഒരു നമ്മളെ ജനലൊക്കെ തുറന്നിട്ടും, ഞാൻ എപ്പോഴും ജനലൊക്കെ തുറന്നിട്ടേക്കും കാണാനൊക്കെ അടിപൊളിയായിട്ടൊന്ന് ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടിട്ടേ. അപ്പോൾ ഇതിൻ്റെ ഇറങ്ങിയ 2 BHK ആണ്, 2 ബെഡ്റൂമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവിടെയാണ് വാഷ് ബേസിൻ വരുന്നത്. ഇതാണ് വാഷ് ബേസിൻ യൂണിറ്റ്. ഒരു വലിയ കണ്ണാടി ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരു കുഞ്ഞ് ഇതേപോലെ ഒരു പോട്ട് മേടിച്ചിട്ട് കുറേ മൈപ്പിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാനിത് നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അത് വലിയൊരു ഇതൊക്കെ ഇൻറ്റീരിയർ പറഞ്ഞ് ചെയ്യിച്ചതാണ് അവർ. പിന്നെ ഇവിടെ വേറെ ഞാനിവിടെ കബോർഡ് വെക്കാൻ പറഞ്ഞായിരുന്നു, പക്ഷെ പിന്നെ അത് അവർ വച്ചില്ല. പിന്നെ അത് പിന്നെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ വാഷ് ബേസിൻ യൂണിറ്റ്, താഴെ എന്തെങ്കിലും ഇതിലേപോലെ ഞാൻ മറ്റേ വാഷിങ്ങിൻ്റെ ലിക്വിഡും അതൊക്കെയാണ് ഇവിടെ വച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ. വാഷ് ബേസിൻ്റെ അടുത്തായിട്ടാണ് മോളുടെ ബെഡ്റൂം. ഇതേപോലെ കട്ടില്. പിന്നെ ഇവിടെ വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. ഹോളിൽ വാൾപേപ്പർ ചെയ്തപ്പോൾ തന്നെ ഇവിടെ വാൾപേപ്പർ ചെയ്തത്. ഇത് മോളുടെ ഇഷ്ടപ്പെട്ട പിങ്കിൽ ഇങ്ങനെ ലവ് ചിഹ്നമൊക്കെ വന്നിട്ടുള്ളൊരു വാൾപേപ്പറാണ്. പിന്നെ അതേപോലെ ആ സൈഡിൽ തന്നെ മറ്റു റൂമിലെ പോലെ തന്നെ ഈ സൈഡിൽ തന്നെ വിൻഡോ വന്നിരിക്കുന്നത്. ഇവിടെ നല്ല കാറ്റാണ്. പിന്നെ ഇത് മോളുടെ പിയാനോ, അത് അവളുടെ റൂമിൽ തന്നെ വെച്ചേക്കുന്നത്. സ്റ്റഡി ടേബിളിൻ്റെ അടുത്തായിട്ട് തന്നെ അലമാര വെച്ചിട്ടുണ്ട്. മോളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ, 2 പേരുടെയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ മോളുടെ ഇളയ മോളുടെ വീട്ടിലിടാൻ നല്ല ഡ്രസ്സൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് പുറത്ത് പോകുന്നതും യൂണിഫോമും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ കല്യാണത്തിന് വാങ്ങിയ അലമാരയാണ്. പിന്നെ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങ് കൊണ്ടുവന്നത് വീട്ടിൽ. പിന്നെ ഇവിടെ ബാത്റൂം. പിന്നെ ഇവിടെ മോൾക്ക് പഠിക്കാനായിട്ട് ചെറിയ ബോർഡ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ എന്തെങ്കിലും എഴുതിയൊക്കെ പഠിക്കും ഒക്കെ. എന്തെങ്കിലും വേർഡ്സൊക്കെ തെറ്റിപ്പോണെങ്കിൽ അത് ഓർക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് എഴുതി വെക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട്, ബോർഡിൻ്റെ അടുത്തായിട്ട് തന്നെ കലണ്ടർ തൂക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഓരോരോ നമ്പർ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നതാണ്. ആരെങ്കിലും പെട്ടെന്ന് വിളിച്ചിട്ട് നമ്പർ എഴുതാൻ പറയും. അപ്പം ഞാൻ നേരെ ഒന്ന് കലണ്ടറിൽ എഴുതും കേട്ടോ. പിന്നെ മോളുടെ റൂമിൽ നിന്ന് 2 ബെഡ്റൂമേ അല്ലേ ഉള്ളൂ. ഇവിടെ നിന്ന് നേരെ വന്നിരുന്നത് കണ്ടേ ഇതേപോലൊരു ഓപ്പൺ കിച്ചണാണ്. എനിക്ക് ഓപ്പൺ കിച്ചണോട് വലിയ താല്പര്യമില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പാർട്ടീഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻറ്റീരിയർ ചെയ്യുന്ന ആളെ തന്നെ എനിക്കിങ്ങനെ ഒരു ചെറിയൊരു ഷെൽഫ് പോലെ ആക്കി തന്നു. അപ്പം ഇവിടെ കുറേ സാധനങ്ങൾ വെക്കാമല്ലോ, മക്കളുടെയൊക്കെ ഫോട്ടോസ്, ഇതിൻ്റെ ജാനുക്കുട്ടി മേടിച്ച ട്രോഫികളും മെഡലും ഒക്കെയാണ്. ഇത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഹണിമൂണിൻ്റെ കൂട്ടി പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ് അത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത്. മോൾക്ക് ഡാൻസിനും പാട്ടിനും ഒക്കെ കിട്ടിയ ട്രോഫികളും. പിന്നെ അവിടെ ചെറിയൊരു ബുദ്ധനുണ്ട്. അതിൻ്റെ മൂത്ത മോള് ജാനിക്കുട്ടിയുടെ കുഞ്ഞിലത്തെ ഫോട്ടോ. ഇത് കല്യാണി ഇളയ മോളുടെ ഫോട്ടോ, കുഞ്ഞിലത്തെ ഫോട്ടോ. ഇത് ക്യാമറ. ഇത് കുറച്ചും കൂടെ വലുതായപ്പോൾ 2 പേരും കൂടെ ഉള്ളൊരു ഫോട്ടോസ്. പിന്നെ അത് കുഞ്ഞി ഗണപതി വിഗ്രഹങ്ങളായിട്ടോ. അതായത് ഡാൻസ് കളിക്കുന്നത് കണ്ടിഷ്ടപ്പെട്ട മേടിച്ചു കേട്ടോ. പിന്നെ അതാണ് കപ്പിൽ പ്രിന്റ് ചെയ്തൊരു ഫോട്ടോസ്. പിന്നെ കുറച്ച് ടോയ്സും അങ്ങനെയൊക്കെ. പിന്നെ ഇതാണ് എൻ്റെ മീൻകുട്ടികൾ. കുറേ മീനുകളുണ്ടായിരുന്നു, കുറേയൊക്കെ ചത്തുപോയി. അതിനാണ് ഒരു ബുദ്ധനുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് ഇൻഡോർ പ്ലാന്റ്സ്, 2 പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ വാടിയൊക്കെ ഇരിക്കുകയാണ്. ഇപ്പം വീട്ടിലൊക്കെ പോയിട്ട് വരുമ്പോഴൊക്കെ ഒരു ചെറിയൊരു വാട്ടക്കാണ്. പിന്നെ ലൈറ്റ്സും അതിൻ്റെ അതേപോലെ തന്നെ ലൈറ്റ്സും വച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ അടുക്കള സാമ്രാജ്യം. കുഞ്ഞടുക്കളയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്ലാറ്റും ചെറുതാണ്. അപ്പോൾ അതേപോലെ തന്നെ കുഞ്ഞടുക്കളയാണ്. ഇവിടെ
ഗ്യാസിനത് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ മിക്സി, പിന്നെ ഇവിടെ കുറച്ച് മണി പ്ലാന്റ്സും, ഇതൊരു മണി പ്ലാന്റ് ആണ് കേട്ടോ, മണി പ്ലാന്റ്സും ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്ലാസ്, ബാക്കി പൊടികളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. പ്യൂരിഫയർ, പിന്നെ ഇതൊക്കെ ഉപ്പ്, പുളി, അങ്ങനെ പുളി തീർന്നു ഇതിന് മേടിക്കണം. പിന്നെ ഇവിടെ നിന്ന് വന്ന ബാൽക്കണി, ഇതാണ് എൻ്റെ കുഞ്ഞ് ബാൽക്കണി. ഇന്നാട്ടോ ഈ നെറ്റിട്ടത്, കാരണം പ്രാവിൻ്റെ ഇച്ചിരി ശല്യമുണ്ട്. അപ്പോൾ ഇന്ന് അന്ന് നെറ്റിട്ട്, പുറമെയാണ് നെറ്റിട്ടത്, കാരണം എനിക്ക് അടച്ചു മൂടി ഇരിക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ചെറിയ ഇത് നമുക്ക് എപ്പോഴും കാണാനൊക്കെ ചെയ്യാം, പുറത്തൊക്കെ നോക്കാം. ചിലതൊക്കെ അടഞ്ഞു മൂടി ഇരിക്കുമ്പോൾ അത് കാണാനൊരു ഭംഗിയാണില്ല. ഞാൻ ഇന്ന് വന്ന് നെറ്റിട്ടു, പ്രാവിൻ്റെ ശല്യം കാരണമാണ് പിന്നെ നെറ്റിട്ടത്. പിന്നെ ഇവിടെയാണ് എൻ്റെ ചെടികൾ, തുളസിത്തറയും ഒക്കെ ഇവിടെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. റോസയുണ്ട്, ചെമ്പരത്തി, തെറ്റി ആക്കിയിട്ട് അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ചെടികൾ. വലിയ സ്പേസ് ഇല്ല ബാൽക്കണിക്ക്, അപ്പം അതനുസരിച്ചുള്ള ചെടികളാണ് വച്ചിരിക്കുന്നത്. ഇവിടെ ഡ്രസ്സൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് അയ പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തുണി നേരെ മുകളിലോട്ട് ഇട്ടാൽ മതി. പിന്നെ ഇവിടെ ചെറുതായിട്ടൊരു ചെറിയൊരു അശ പോലെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ തുണി വിരിക്കാറുണ്ട്. നല്ല വെയിൽ വരുമ്പോൾ, ഇവിടെ നല്ല വെയിലാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ, അപ്പോൾ നല്ല വെയിൽ കൊണ്ട് തുണി ഉണങ്ങുകയും ചെയ്യും. പിന്നെ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ രാവിലെ ആണെങ്കിൽ ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കാൻ നല്ല രസമാണ്. ഇതിപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. രാവിലെയൊക്കെ എണീറ്റ് നോക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഒരുപാട് എന്നാൽ റോഡിൽ നിന്നും കുറച്ച് റോഡിൻ്റെ വണ്ടിയുടെ ബഹളമൊക്കെ കേൾക്കാൻ പറ്റും, എന്നാലും വലിയ ഡിസ്റ്റർബ് ഇല്ല നമുക്ക്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞു വീട്, കുഞ്ഞ് ഹോം ടൂറ്. ഇതൊരു വാങ്ങിച്ചിട്ടിപ്പോൾ ഒരു 2 വർഷത്തോളം ആയതേ ഉള്ളൂ ഞങ്ങൾ മേടിച്ചിട്ട്. ഇത് നമ്മുടെ ഒരു കുഞ്ഞ് സ്വർഗമാണ്. ആദ്യമായിട്ട് നമ്മൾ മേടിച്ചൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അത് ഭയങ്കര സ്പെഷ്യലാണ് നമുക്ക്. അതായത് അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഹോം ടൂർ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. താങ്ക് യു.